മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ വെല്ലുവിളിയുമായി മുഖ്യപ്രതി സിന്ധു. ഗുണ്ടകളെയും പോലീസിനെയും തനിക്ക് പരിചയമുണ്ട്. നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും നല്ല ബന്ധങ്ങളുണ്ടെന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും സിന്ധു ഏജന്റിന് അയച്ച സന്ദേശത്തിൽ പറയുന്നു. അതേസമയം കൊച്ചി മോഡൽ സെക്സ് റാക്കറ്റ് കേസിൽ ഒരു പരാതിയിൽ കൂടി കേസെടുത്തു. പോലീസോ സൈബർ സെല്ലുകാർക്ക് സൈബർ സെല്ലോ ഇനിയിപ്പോ ദുബായിലായാലും എനിക്ക് നല്ല കോണ്ടാക്ട് ഉണ്ട്. ഇവിടെ വേറൊരു ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ സിന്ധുവിന്റെ ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ അത്രത്തോളം കോൺഫിഡൻസോടുകൂടിയാണ് അവർ സംസാരിക്കുന്നത്. പോലീസുമായി ബന്ധമുണ്ട്, ഗുണ്ടകളുമായി ബന്ധമുണ്ട്, ഏത് വിധേനയും ഈ കേസിൽ നിന്നും ഊരിപ്പോരാൻ അവർക്ക് സാധിക്കുമെന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണാമല്ലേ? ഇപ്പോൾ സിന്ധുവിന്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ വെല്ലുവിളിയുമായി മുഖ്യപ്രതി സിന്ധു രംഗത്തെത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗുണ്ടകളെയും പോലീസിനെയും അടക്കം തനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഏത് വിധേനയും രക്ഷപ്പെടാൻ തനിക്ക് വഴികളുണ്ട് എന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് സിന്ധുവിന്റെ പുറത്തു വന്നിരിക്കുന്നത്. ഡാനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ സിന്ധുവിന്റെ പുതിയ ഓഡിയോ സന്ദേശം പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിലെ ഉന്നതരുമായി അടക്കം സിന്ധുവിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതില്ലേ? ഇതിൽ ഇപ്പോൾ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്ന അവരുടെ ബന്ധങ്ങളാണ്. അവരെ കൃത്യമായ രീതിയിൽ അവർക്ക് ആളുകളുണ്ട്, വളരെ കോൺഫിഡൻസോടുകൂടി അവർ സംസാരിക്കുന്നു. തനിക്ക് ഗുണ്ടാബന്ധങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പോലീസിലടക്കം തനിക്ക് വിപുലമായ രീതിയിലുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് അവരൊരു പക്ഷേ ഏജൻറ്റിനടക്കം അവരെ ഒപ്പം നിർത്തുക, ധൈര്യപ്പെടുത്തുക എന്നതെല്ലാം തന്നെയാണ് കാണിക്കുന്നത്. ഈ രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു പെരുമാറ്റവും. നേരത്തെ അലീനയുടേതായ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നു. അതിലും അവർ പറയുന്നത് അവരുടെ ഗുണ്ടാബന്ധങ്ങൾ ഈ നഗരത്തിലും കൊച്ചിയിലും പുറത്തുമുള്ള അവരുടെ ബന്ധങ്ങൾ തന്നെയാണ്. തനിക്ക് ചോദിക്കാൻ ആളുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ ഈ കേസ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ ഈ പരാതിയിലേക്ക് വരാൻ പോലും ആളുകൾക്ക് മടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ശക്തമായ ഈ ബന്ധങ്ങൾ തന്നെയാണ്. അത് ഇപ്പോൾ പുറത്തായിരിക്കുന്നു എന്നതാണ്. ഇവർ ഓഡിയോ സന്ദേശങ്ങൾ അടക്കം ഇരകൾ പുറത്തു കൊടുക്കാൻ അവർ തയ്യാറായിരിക്കുന്നു എന്നതാണ്. കൂടുതൽ പരാതികൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് ഒരു പരാതി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസായി മാറിയിരിക്കുന്നു, രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയാണ്. കൊച്ചിയിൽ നിന്ന് തന്നെയുള്ള പരാതിയാണ്. മരട് പോലീസ് സ്റ്റേഷൻ അത് കൈമാറിയിരിക്കുന്നു എന്നതാണ്. കാരണം നേരത്തെ വന്ന 2 പരാതികൾ കമ്മീഷണർക്ക് വന്നിട്ടുണ്ട്. അത് പരിശോധിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മൊഴികൾ രേഖപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയൊരു കേസ് കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിരിക്കുന്നത്. ഇതിലെല്ലാം വ്യക്തമാകുന്നത് ഇവരുടെ ബന്ധങ്ങൾ തന്നെയാണ്. നേരത്തെ അനുസരിച്ച് ചോദിച്ചതുപോലെ ഇത് അട്ടിമറിക്കപ്പെടാനുള്ള ഒരു വലിയ സാധ്യത തുടക്കത്തിൽ ആ രീതിയിലെല്ലാം തന്നെ കണ്ടിരുന്നു എന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു രീതി മാറിയിരിക്കുന്നു. ഇതൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് DCPയുടെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേതൃത്വം നൽകുന്ന രീതിയിൽ തന്നെ ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വലിയ രീതിയിൽ ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇനി അവശേഷിക്കുന്നു എന്ന് പറയാൻ 2 പ്രതികൾ കൂടി നിലവിൽ ദുബായിലുണ്ട്. ഷംനയും അതോടൊപ്പം തന്നെ റഹ്മത്തും. ഇവരെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഈ കേസിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. കാരണം ഇവർക്കെല്ലാം ഈ സ്ത്രീകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റിലായിട്ടുള്ളത് എന്നതാണ് നമ്മൾ പ്രധാനമായി കാണേണ്ടത്. ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളതും 2 സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഇടപെടൽ, ഇതിനു മുകളിലും ആളുകൾ ഉണ്ടായിരിക്കാം എന്ന രീതിയിലാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം. ഇനിയിപ്പോൾ അറസ്റ്റിലായ എല്ലാവരെയും തന്നെയും ഈ 4 പേരെയും തന്നെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് നീങ്ങുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവർക്ക് കൂടുതൽ ആളുകളുമായുള്ള ബന്ധം, ഇരകൾ കൂടുതൽ ഉണ്ടാകാമെന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അതിനേക്കാൾ വലിയ സംശയമാണ് ഇതിൽ കൂടുതൽ ആളുകൾ പ്രതികളാകാനുള്ളൊരു സാധ്യത. കാരണം ഇവർ മാത്രമായിരിക്കില്ല ആ പ്രതികൾ എന്ന രീതിയിലാണ് പോലീസ് നീങ്ങുന്നത്. ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തവരുണ്ട്, ഇവർക്ക് സംരക്ഷണം നൽകിയ ഗുണ്ടാ സംഘങ്ങളുണ്ട്. അവരിലേക്കെല്ലാം തന്നെ വൈകാതെ അന്വേഷണം എത്തും. കൂടുതൽ അറസ്റ്റുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിവരങ്ങൾ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.